ഹായ് നമസ്കാരം, വിനായക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ KPIs-നെ കുറിച്ചിട്ട് സെയിൽസിലെ KPIs-ൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റവന്യൂ KPIs-നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് കൺവേർഷൻ KPI എന്ന് പറയും. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗുകാരും സെയിൽസുകാരും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും പറയും ലീഡ് തരുന്നത് മോശമാണെന്ന് സെയിൽസുകാർ പറയും. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗുകാരും നിങ്ങളുടെ കൺവേർഷൻ റേഷ്യോ മോശമായതുകൊണ്ടാണെന്ന് പറയും. സോ ഈ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കൺവേർഷൻ റേഷ്യോ ഏതൊരു ഓൺട്രപ്രണറും അറിഞ്ഞിരിക്കണം. അതായത് 100 ലീഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൺവേർഷൻ, ഉദാഹരണം 5 എണ്ണാണ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 5% ആണ് അവരുടെ നമ്മുടെ കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ഓരോ സെയിൽസുകാരനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഈ കൺവേർഷൻ റേഷ്യോ നമുക്ക് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ തന്നെ നമുക്ക് സ്റ്റേജ് വൈസ് ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ എത്ര വാക്കിൻ വന്നു, അതായത് ഒരു 20 പേര് വാക്കിൻ വന്നപ്പോൾ അതിന് 5 പേര് കൺവേർഷനായി, അല്ലെങ്കിൽ 10 പേര് കൺവേർഷനായി. അപ്പൊ എന്തായി? നമുക്ക് ഇത്ര 50% കൺവേർഷൻ റേഷ്യോ എന്തിൽ സംഭവിച്ചു? വാക്കിനിൽ സംഭവിച്ചു. ഇങ്ങനെ ഓരോന്നിലും സ്റ്റേജ് വൈസ് ഡെമോ എടുത്തു. ഇപ്പൊ ഉദാഹരണം ഡെമോ, അതായത് നമ്മൾ ചിലപ്പോൾ ഡെമോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ട്രയൽ ആയിട്ടുള്ള സാധനം കാണിച്ചു കൊടുത്തിട്ടായിരിക്കും കൺവേർഷൻ റേഷ്യോ വന്നിട്ടുണ്ടാവും. അപ്പൊ ഓരോ സ്റ്റേജിലും എത്രത്തോളം കൺവേർഷൻസ് വരുന്നുണ്ടെന്ന് ഇൻഡിവിജ്വലി അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിലാണ് അതിന്റെ വിൻ റേറ്റും ലോസ് റേറ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഈ സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ബിസിനസ്സുകൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. ഇത് മാത്രമല്ല, എല്ലാ KPIs-ഉം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു PDF, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ട്രാക്പേയുടെ പേജിൽ ഒന്ന് ഫോളോ ചെയ്യുകയും ഒപ്പം തന്നെ തൊട്ട് താഴത്ത് ജസ്റ്റ് ഒന്ന് കമന്റിൽ KPI ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.